ഇതെല്ലാവരെയാണ് ഞാൻ പറഞ്ഞ ബോഡി ഗാർഡുമായിട്ട് വന്ന ബോംബെക്കാർ. എനിക്ക് തോന്നുന്നു അവര് ബോംബെയിലെ എന്തോ ഭയങ്കര ആൾക്കാരാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, അവർക്ക് ബോഡി ഗാർഡ്സ് ഒക്കെ ഉണ്ട്. 3 പൊക്കമുള്ളവന്മാരിക്കുന്നുണ്ട് കറുത്ത പഞ്ഞിനൊക്കെ. അവരെ മൂന്നാമത്തെ വർഷം 3 പേരും ഒരുമിച്ച് വന്നവരാണ്. എല്ലാവരും തേർഡ് ടൈം ആണോ? 10 വർഷമായി. ഇവര് ബോഡി ഗാർഡ് പിറകെ അടക്കാണ് കണ്ടില്ലേ. ഒരു തൊഴുവാൻ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ ഇപ്പം നിൽക്കുവാണ്. അവിടെയും ബോഡി ഗാർഡ് ഉണ്ട് അവർക്ക് ചുറ്റും. കണ്ടില്ലേ, ഇവരാണ് ബോംബെയിൽ നിന്ന് വന്നവര്. ആ തലയിൽ കിരീടം പോലെയൊക്കെ വെച്ചിരിക്കുന്നത്. നല്ല മഴ കേട്ടാ, പണി കിട്ടി. നമ്മളിപ്പം മഴ പെയ്ത് നനഞ്ഞ് ഇപ്പോൾ ഒരു പരുവാകും മിക്കാറും. വിളക്കെടുപ്പ് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിളക്കെടുപ്പ് നല്ല പെരുമഴയാണ്. ഇവിടെ സൈഡിൽ കയറി നിൽക്കുവാണ്. ഇപ്പം മേക്കപ്പ് ഒക്കെ ഇവിടെ വന്നിട്ട് ചെയ്തതാണോ? അല്ല, ഞാൻ മേക്കപ്പ് ചെയ്തത് ആറ്റിങ്ങിലാണ്. ഇവിടെ വിളക്കെടുക്കുന്നത് എത്രാമത്തെ വർഷമാണ്? ഇതിപ്പോ 3ാമത്തെ വർഷം. 3 വർഷമായി. 3 വർഷമായി. വിശ്വാസം അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ച? നേർച്ചയുടെ ഭാഗമായിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ട് നേർച്ചയായിട്ട് എടുക്കുന്നതാണ്. 78 വയസ്സ്. മാവേലിക്കയാണ് വീട്. മാവേലിക്കര അമ്പലം. പാരായണമാണ് എനിക്ക് ജോലി. ഇവിടെയും പാരായണം ചെയ്തിട്ടുണ്ട്. ഒരുപാട് അമ്മയെപ്പറ്റി ഒരുപാട് എനിക്ക് പ്രകടിപ്പിച്ച് പറയാനുണ്ട്. लखनऊ, यूपी लखनऊ। एक्चुअली ये मेरी फ्रेंड है। मैं फर्स्ट टाइम आई हूँ। मुझे इसने ये लेके आई है। मुझे यहाँ के बारे में नहीं पता था। मैंने सुना है कि यहाँ दिल से कुछ मांगो तो मन्नतें पूरी होती है। तो ये मेरी फ्रेंड है, मेरी सीनियर है। हम लोग LGBT से भी हैं। लखनऊ, फ्रॉम लखनऊ यूपी, LGBT कमेटी से हैं। और ये मेरी सीनियर है, मैं इसके थ्रू आई हूँ। ഹായ്, നമസ്കാരം. നമ്മളിന്ന് നിൽക്കുന്നത് കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ചമയവിളക്ക് ഉത്സവമാണ്. ഇന്നുമുണ്ട് നാളെയുമുണ്ട്. നമ്മൾ അതൊന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നതാണ്, നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഒരു ഉത്സവം നേരിട്ട് കാണാൻ വരുന്നത്. കഴിഞ്ഞ വർഷവും അതിൻ്റെ അങ്ങേ വർഷമൊക്കെ നമ്മൾ റീൽസിലൂടെയൊക്കെ കണ്ടതാണ്. നമുക്കിന്ന് അതൊന്ന് നേരിട്ട് കാണാം. എന്താണ് ഇവിടുത്തെ ഉത്സവ കാഴ്ചയൊക്കെ എന്താണെന്നുള്ളത്. ബാ. കണ്ടില്ലേ, നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ അകത്തോട്ട് കയറുന്ന വഴിക്ക് നിൽക്കുന്ന കുറച്ച് പേരാണ്. അവരൊക്കെ നല്ല രീതിക്ക് ഒരുങ്ങി നിൽക്കുന്നുണ്ടോ വിളക്കൊക്കെ എടുത്ത്. അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്ന ഈ ഒരു പ്ലേസ് എന്ന് പറയുന്ന കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ്. കണ്ടില്ലേ, അവിടെ കാണുന്നതാണ് ക്ഷേത്രം. അപ്പോൾ ആ ഒരു ഫ്രണ്ട് വഴിയിലെ തിരക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ ഇടത് സൈഡിലായിട്ട് എന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടത് സൈഡിലായിട്ട് ചമയവിളക്ക് എടുത്ത് പുരുഷാങ്കനമാരിങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരുപാട് പേര് ഇവിടെ തൊട്ട് അങ്ങോട്ട്. അപ്പോൾ ഇവർ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും കുറേ പേര് ക്യാമറയായിട്ട് ഫോട്ടോ എടുപ്പ്, റീൽസ് അങ്ങനെയായിട്ടും കുറേ പേര് അവിടെ നിൽപ്പുണ്ട്. അപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു കുളവും കൂടി ഉണ്ട് കേട്ടോ. ആ കുളത്തിൻ്റെ സൈഡിലാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മള് ഇപ്പം നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിന്റെ അകത്താണ്. അപ്പൊ ഈ അകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഒരുപാട് പേരിങ്ങനെ വിളക്കെടുത്ത് ഇവിടെ നിൽപ്പുണ്ട്. കണ്ടില്ലേ? അപ്പൊ ഇവിടെ ഇങ്ങനെ എല്ലാവരെയും കയറ്റി വിടത്തില്ല. ഇവിടെ ഇപ്പൊ നല്ല തിരക്കായതുകൊണ്ട് ഈ വിളക്കെടുപ്പിനുള്ളവരെ മാത്രമേ ഇപ്പൊ ഇങ്ങോട്ട് കയറ്റി വിടത്തുള്ളൂ. പിന്നെ അവരെ കൂടെയുള്ള 2 പേരെയും കൂടി വിടും. അല്ലാതെ ഉള്ളവരെയൊക്കെ ഇവിടെ പുറത്ത് ഇങ്ങനെ തടങ്ങി നിർത്തിയിരിക്കുകയാണ്. നല്ല തിരക്കാണ്. കണ്ടില്ലേ? അപ്പോൾ നമ്മളിപ്പം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കയറിയത്. ചാനലിൻ്റെ പേര് പറഞ്ഞാണ് ഇപ്പം കയറിയത്. ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇവിടെ എത്ര പ്രായമുള്ള ഒരു മാമനാണെന്ന് നോക്കി. ഒരുപാട് ചാനലുകാരൊക്കെ ഇപ്പോൾ ഇവിടെ വളഞ്ഞു നിൽപ്പുണ്ട്. പുള്ളിക്ക് 78 വയസ്സുണ്ട് കേട്ടോ. 78 വയസ്സ്. ഇപ്പോഴും വിളക്കെടുക്കാൻ വരുന്നുണ്ടല്ലേ. ഇത്രയും പ്രായമുള്ളവർ ഇവിടെ വിളക്കെടുക്കുന്നുണ്ട്. 15 വർഷം കൊണ്ട് എടുക്കുന്നുണ്ട്. ഇന്ന് 15ാമത്തെ വർഷമാണ്. 78 വയസ്സ്. മാവേലിക്കയാണ് വീട്. മാവേലിക്കര അമ്പലം. പാരായണമാണ് എനിക്ക് ജോലി. ഇവിടെയും പാരായണം ചെയ്തിട്ടുണ്ട്. ഒരുപാട് അമ്മയെപ്പറ്റി ഒരുപാട് എനിക്ക് പ്രകടിപ്പിച്ച് പറയാനുണ്ട്. എനിക്കിപ്പോൾ ഇന്നൂടായപ്പം എനിക്ക് 10 സ്പോൺസറാണ്. ഇന്നും നാളെ എനിക്ക് സ്പോൺസറാണ്. 10 വർഷം കൊണ്ട് സ്പോൺസറാണ്. കുട്ടികളുണ്ടാവാൻ, വിവാഹം നടക്കാൻ, ഇതിനൊക്കെ ആയിട്ട് എല്ലാം സാധിച്ചു. അപ്പം ഇന്നങ്ങ് സമർപ്പിച്ച് വിചാരിച്ച് വന്നതാണ്. അപ്പം ഇനി അടുത്ത വർഷം എന്ത് വന്നാലും ഈ നിയോഗം എന്ന് വെച്ചാൽ ചെയ്യും ഞാൻ. അത്രയേ ഉള്ളൂ.
വലിയ അവസരമുണ്ട്. ഒത്തിരി ഒത്തിരി സന്തോഷം. ഓക്കെ, സന്തോഷം ചേട്ടാ. നമ്മളെ ചാനലിന് അത് ഹിന്ദിക്കാരാണ്, ഹിന്ദിക്കാരും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, അവിടെ വിളക്കെടുക്കുന്ന അവിടെ ഭയങ്കര തിരക്കാണ്. മൊബൈൽ ഫോണുകളിൽ പകർത്തുന്നത് ക്ഷേത്ര കോമ്പൗണ്ടിൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. ക്ഷേത്ര ഉപദേശക സമിതി നൽകിയ മീഡിയ പാസ് ധരിച്ചവർക്ക് മാത്രമേ ക്ഷേത്ര കോമ്പൗണ്ടിൽ ചിത്രീകരണം അനുവദനീയമുള്ളൂ. കേരളീയ തനിമയോടുകൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് മാത്രമേ കണ്ടില്ലേ എന്തൊരു തിരക്കെന്ന് നോക്കിയേ. അനുവദിക്കൂ എന്നുള്ള വിവരം ദേവീനാമത്തിൽ അറിയിക്കുന്നു. വേഷം ധരിച്ചുകൊണ്ട് സമയവിളക്കുകളില്ലാതെ ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് പ്രവേശനം അനുവദനീയമല്ല. ഇവിടെയൊക്കെ TV ചാനലുകാരാണ് കേട്ടോ. ഭക്തജനങ്ങൾ നിർബന്ധമായും വിളക്കോടുകൂടി മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാവൂ എന്നുള്ള വിവരം ക്ഷേത്ര ദർശനത്തിനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ. കണ്ടില്ലേ, നമ്മളിപ്പം മഴ പെയ്ത് അതോട്ട് കയറി നിൽക്കാൻ വന്നപ്പോൾ ഒരു 3 പേരെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഞാൻ ഓച്ചിറയിൽ ഞാൻ വന്നേക്കുന്നത്, വിളക്കെടുക്കാൻ വന്നേക്കുന്നത്. എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. ഞാൻ അതിന് വേണ്ടിയാണ് ഞാൻ വിളക്കെടുക്കുന്നത്. നല്ല രീതിയിൽ വന്നേ വിളക്കെടുക്കുന്നത്. 3 വർഷമായി ഇപ്പം എടുക്കുന്നത്. നല്ല മഴ കേട്ടാ, പണി കിട്ടി. നമ്മളിപ്പം മഴ പെയ്ത് നനഞ്ഞ് ഇപ്പോൾ ഒരു പരുവാകും മിക്കാറും. വിളക്കെടുപ്പ് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിളക്കെടുപ്പ് മഴ കാരണം ഇപ്പോൾ അകത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക എല്ലാവരും. കണ്ടില്ലേ, വിശ്വപ്രസിദ്ധമായ ചവറ മേജർ ശ്രീ കൊറ്റൻകുളങ്ങര ദേവീ ക്ഷേത്രത്തിലെ നല്ല മഴ കേട്ടാ. മഴ ഉറച്ച്, മഴ കൂടി തുടങ്ങി. ഇനി നിന്നാൽ ചിലപ്പോൾ എൻ്റെ ക്യാമറ വെള്ളത്തിൽ പോകും. ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ വിളക്കെടുപ്പ് കഴിഞ്ഞിട്ട്. ക്യാമറ കുറച്ച് നനഞ്ഞാലും കുഴപ്പമില്ല, ഈ സീനൊക്കെ ഒന്ന് കാണിക്കാൻ. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്ര കോമ്പൗണ്ടിൽ നിൽക്കുന്ന കണ്ടില്ലേ, ഈ മഴ പെയ്ത് എല്ലാവരും ഈ ഒരു ഷെഡിന്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ നല്ല പെരുമഴയാണ്. ഇവിടെ സൈഡിൽ കയറി നിൽക്കുവാണ്. അതായത് ഇന്ന് ഷൂട്ടിങ് മഴയത്തായി. വളരെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതുവരെയ്ക്കും എടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളെ കാണിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫുള്ള് ഇവിടെ മഴയായതുകൊണ്ട് നമ്മളിങ്ങനെ കയറി നിൽക്കും. ഈ സമയം നമ്മളിപ്പം വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മഴയൊന്നും പെയ്യത്തില്ലായിരുന്നു. ഇതിപ്പോൾ ഒരു ആവശ്യമായിട്ട് ഇവിടെ നമ്മൾ വന്നപ്പോൾ നല്ല മഴ. എത്ര പേരിപ്പം തന്നെ മഴ ഒരു വിധത്തിൽ തോന്ന് വീണ്ടും വിളക്കെടുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഈ അകത്ത് കയറാൻ വരുന്നവരുടെ തിരക്കാണ്. അവിടെ ഗേറ്റിന്റെ അവിടെ വെച്ച് തടയുവാണ്. ഇപ്പൊ ഒരു മഴയൊക്കെ പെയ്ത് തോന്ന് നിൽക്കുവാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇപ്പം മഴയൊക്കെ തോന്നു, പിന്നെയും തിരക്കായിട്ടുണ്ട്. ഒരു ഭാഗത്തൊക്കെ കണ്ടില്ലേ ഒരുപാട് പേരുണ്ട്. ഇവിടെ ഈ വിളക്കെടുപ്പിനെ പറ്റി പലരും നമ്മൾ നാട്ടിലൊക്കെ പറയുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ഒരു ഇത്ര വലിയൊരു ആഘോഷമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ്, ഇവിടെ ഈ നേർച്ച ചെയ്ത് പലർക്കും, ഇപ്പം ഞാൻ ചോദിച്ച പലർക്കും അവർ കാര്യങ്ങളൊക്കെ സാധിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നേർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിന് വെളിയിൽ നിന്ന് തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എത്രമാത്രമാണെന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ വെറുതെ ഒന്നും കേരളത്തിന് പുറത്തുനിന്ന് ആരും വരത്തില്ലല്ലോ. ഇപ്പം ലക്നൗ, ഭോപ്പാലുള്ളവരെയൊക്കെ നമ്മൾ കണ്ടു. അപ്പം അത്രയും ആൾക്കാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. मुंबई मुझे यहाँ पे 5 साल हुए आज। 5 साल? हाँ, 5 सालों से आती हूँ मुंबई से, रोज ट्रैवल करती हूँ हमेशा। अच्छा लगता है यहाँ पे आके। ഓക്കെ, നമ്മളിപ്പം ഈ മീഡിയ പാസ് എടുക്കാനായിട്ട് അങ്ങോട്ട് പോയിരുന്നു. മീഡിയ പാസ് എടുത്തു, ഇപ്പം തിരിച്ചു വന്നിട്ടുണ്ട്. പാസ് തീർന്നു, പക്ഷേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പറയാൻ മതി എന്ന് പറയാം. അപ്പം നമുക്ക് ഇനി ഫ്രീ ആയിട്ട് നിന്ന് ഷൂട്ട് ചെയ്യാം. ഇവിടെ കണ്ടില്ല, ഞാനിപ്പം നിൽക്കുന്ന ഈ ഒരു ഭാഗമാണ് എൻട്രൻസ്, മെയിൻ എൻട്രൻസ്. നമ്മൾ നേരത്തെ ഇന്ന് മെയിൻ എൻട്രൻസ് അല്ലായിരുന്നു.
അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ് കണ്ടല്ലേ. കണ്ടില്ലേ, ഓരോരുത്തരും ഇങ്ങനെ കഴിയുമ്പോൾ അടുത്ത ആൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്ന കണക്ക് പോസൊക്കെ ചെയ്ത് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിപ്പം നമ്മൾ നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഒരു പുറക് ഭാഗമായി ഇവർ വലം വെച്ച് ഇങ്ങനെ വരുന്ന ഒരു പ്രദർശന വഴിയാണിത്. ഇതിൻ്റെ പുറകിലാണ് ഇപ്പം നിൽക്കുന്നത്. ഉത്സവ കമ്മിറ്റി ഓഫീസിലെ കൂട്ടം കൂടി നിൽക്കുന്ന ഭക്തജനങ്ങൾ ദയവായി അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് അറിയിക്കുന്നു. ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ നാളെയും കൂടി ഉണ്ട്. നാളെയെന്ന് വെച്ചാൽ 24 ഞായറാഴ്ച. അപ്പം ഈ ഞായറാഴ്ച ഒരു ദിവസം നിങ്ങൾ ഈ വീഡിയോ ഞായറാഴ്ച രാവിലെ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞായറാഴ്ച നൈറ്റും കൂടി കാണും. അപ്പം കാണാൻ ആഗ്രഹമുള്ളവർ ഈ ഞായറാഴ്ച 24 മാർച്ച് 24 വന്നാൽ കാണാൻ പറ്റും. കൊറ്റംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നല്ലൊരു വൈബാണ്. ഇവിടെ വന്നത് കാണുന്നത് അടിപൊളിയാണ്, നല്ല രസമാണ്. ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുന്ന ഭക്തജനങ്ങൾക്ക് കൊറ്റംകുളങ്ങര ജംഗ്ഷനിലുള്ള സമയവിളക്കെടുക്കുന്ന ഭക്തജനങ്ങളുടെ പ്രത്യേകത്തെ ശേഷം ഇവിടെ കണ്ടില്ലേ, രണ്ടുപേര് വന്നു. അവർക്ക് സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഉണ്ട്, 3 പേര്. കണ്ടില്ലേ, 3 സെക്യൂരിറ്റി ഗാർഡ്സ് ആണ് ഈ വിളക്കെടുത്തേക്കുന്ന 2 പേർ. എന്തോ VIP കണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ. അവിടെ 2 പേര് പറയുന്ന ഇഷ്ടം ഇനി അംബാനി അങ്ങനെ വേഷം മാറി വന്നേണന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നത്. വെച്ചാൽ അങ്ങനെ ബോഡി ഗാർഡൊക്കെ ആയിട്ട് വന്നോണ്ടേ. കണ്ടില്ലേ, നല്ല സെക്യൂരിറ്റിയാണ്. ഇവരെ ഇങ്ങനെ തടഞ്ഞ് ഇങ്ങനെയൊക്കെ നിർത്തിയാണ് പോകുന്നത്. കണ്ടില്ലേ, പ്രത്യേകം ഇവരുടെ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു വീഡിയോഗ്രാഫറും കൂടെ തലയിൽ കണ്ട കിരീടം പോലെയൊക്കെ. എന്തുവാണല്ലേ, നമ്മക്കൊക്കെ ബോഡി ഗാർഡും ഇല്ല, ഒന്നുമില്ല. കേരളത്തിന്റെ പുറത്തു പോയാലും അകത്തും ആലോചിച്ച് നോക്കി. ഇവിടെ കൊച്ചിന് വിളക്കിൽ അമ്മ ഇങ്ങനെ എണ്ണയൊക്കെ തെളിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ ഒരു നിമിഷം ഇവരിങ്ങനെ ഈ ഒരുങ്ങി നിൽക്കുന്ന കാണുമ്പം അത് ഇപ്പം ആണാണോ പെണ്ണാണോ അങ്ങനെയൊക്കെ നമുക്കൊരു ഡൗട്ട് തോന്നിപ്പോകും. എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഞാനിപ്പം ഷൂട്ട് ചെയ്ത് കുറേ പേരെ വീഡിയോ എടുത്ത് വന്നപ്പം യഥാർത്ഥ ഒരു എന്ന് വെച്ചാൽ ലേഡിയാണോ പുരുഷനാണോ എന്ന് അറിയാൻ പറ്റൂല. യഥാർത്ഥ ഒരു ലേഡിയുടെ അടുത്ത് പോയിട്ട് ഒന്ന് ചിരിക്കും പോസ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കും. പിന്നെയാണ് അറിയുന്നത് അത് ലേഡിയാണ്. അത് കണ്ടില്ലേ, നമ്മുടെ വിളക്കെടുക്കുന്ന ആ ഒരു അണ്ണൻ്റെ കൂടെ ഇവരെല്ലാം നിന്ന് ഫോട്ടോ എടുക്കുക. അതൊക്കെ ഒരു രസകരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിവിടുത്തെ. നമ്മൾ ഇപ്പം ഇങ്ങോട്ട് വന്നപ്പം കണ്ടില്ലേ, ഇതേ കണക്ക് വിളക്കം പിടിച്ച് ഒരുപാട് പേര് ഇവിടെ നിൽപ്പുണ്ട്. അപ്പം അതിൽ ഒരാളാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് ചോദിക്കാം. നമ്മൾ ഇത്രയും നേരം ചോദിച്ചതെല്ലാം ഹിന്ദിക്കാരായിരുന്നു, ഒരു മലയാളിയോട് പോലും നമ്മളൊന്നും ചോദിച്ചില്ല. അപ്പം ഹായ് ഏട്ടാ, എവിടെ നിന്ന് വരുന്നു? ഞാൻ ചവറയിൽ തന്നെ. ചവറ. ഞാനിപ്പോൾ ഒരു 20 വർഷമായിട്ട്. പിന്നെ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ്? നമ്മൾ സ്ഥിരം എടുക്കുന്നത് കൊണ്ട് എല്ലാ പ്രാവശ്യം എടുക്കുന്നത് പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ അമ്മയുടെ മുമ്പിൽ വന്ന് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു സംതൃപ്തിയുണ്ട് നമുക്ക്. നമ്മൾ ക്ഷേത്രത്തിൽ കയറി വരുമ്പം ഫ്രണ്ടിലായിട്ട് ഒരാൾ ഒരുങ്ങി നിൽപ്പുണ്ട്. അപ്പം എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെന്തുവാണ്? എൻ്റെ പേര് അമൽ. അമൽ. ഇതിപ്പം മേക്കപ്പ് ഒക്കെ ഇവിടെ വന്നിട്ട് ചെയ്തതാണോ? അല്ല, ഞാൻ മേക്കപ്പ് ചെയ്തത് ആറ്റിങ്ങിലാണ്. ആറ്റിങ്ങിൽ ശ്രീ ചിത്തിര ബ്യൂട്ടി പാർലർ, അവിടെ ഞാൻ ചെയ്തത്. അവിടെ നിന്ന് ചെയ്തു വരുവായിരുന്നു. ഞാൻ എല്ലാ വർഷവും അവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ വിളക്കെടുക്കുന്നത് എത്രാമത്തെ വർഷമാണ്? ഇതിപ്പോ 3ാമത്തെ വർഷം. 3 വർഷമായി. 3 വർഷമായി. പിന്നെ എന്തെങ്കിലും വിശ്വാസം അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ച? നേർച്ചയുടെ ഭാഗമായിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ട് നേർച്ചയായിട്ട് എടുക്കുന്നതാണ്. ഏതായാലും മേക്കപ്പ് ഒക്കെ ഇട്ട് നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് വലിയ ആൾക്കാരെ പരിചയപ്പെട്ടു. ഇവിടെ ഒരു കൊച്ചാളുണ്ട്, നമ്മളെ കുട്ടിയാള്. നമുക്കൊന്ന് ചോദിച്ചു, മോന്റെ പേരെന്താണ്? എത്ര പഠിക്കുന്ന? 5th 5ൽ പഠിക്കുവാണല്ലേ? ആദ്യമായിട്ടാണ് അവളെ കിടക്കുന്നത്. ഇപ്പൊ എത്രാമത്തെ വർഷം? 3ാമത്തെ വർഷമായല്ലേ? വീട് എവിടെയാണ്? ഇവിടെ തന്നെയാണോ? ആര് ഇങ്ങനെ ഒരുക്കി തന്ന ആരാണ്? ഇവിടെ ഇവിടെ നിന്ന് മേക്കപ്പ് ഇട്ടതാണല്ലേ? ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ കാണണം, ചൂണ്ട ക്രിയേഷൻസ് കേട്ടാ, യൂട്യൂബിൽ ചൂണ്ട ക്രിയേഷൻസ്. ഇവിടെ ഈ പുരുഷാംഗനമാര് വിളക്കെടുക്കുന്നത് പലരും ചില പുച്ഛത്തോടു കൂടിയൊക്കെയാണ് കണ്ടിരുന്നത്. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത്, ഇത് ഒരു ജനതയുടെ വിശ്വാസമാണ്. ഈ നാട്ടിൽ വന്ന് തിരക്കിയ നമ്മൾ ഈ ചമയവിളക്ക് ഈ ഏരിയയിലും അപ്പുറത്തെ ഏരിയയിലും 2 ഏരിയയും കവർ ചെയ്ത് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇപ്പം ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് എന്ന് പറയുന്ന എൻട്രൻസ്
ആ ഒരു ഭാഗത്താണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കയറി ഇങ്ങേ അറ്റത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം കാഴ്ചകൾ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഇപ്പം സമയം 12 മണി ആവാൻ പോകുന്നു. എന്നിട്ടും തിരക്കിനൊരു കുറവുമില്ല. 1 മണി 2 മണി നേരം വെളുക്കുന്നത് വരെ ഇവിടെ ഇതേ കണക്ക് ഒരു തിരക്കും വിളക്കെടുപ്പും ഒക്കെ ആയിരിക്കും. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഏതായാലും നമ്മുടെ കാഴ്ചകൾ ഏതാണ്ട് നമ്മൾ കാണിച്ചു തീർക്കാറായി. ഇനി ഫ്രണ്ടിലോട്ട് പോയി അവിടുത്തെ കുറച്ച് കാഴ്ചയും കൂടി കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹായ്, നമുക്ക് ഇപ്പം ഈ 3 പേരും ഒരേ ഡ്രസ്സ് ഇട്ട് ഇവരെ കിട്ടിയിട്ടുണ്ട്. ഇവരിപ്പം വിളക്കെടുപ്പ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, പേരൊന്ന് പറയാമോ? ശശാങ്കൻ. സ്ഥലം എവിടെയാണ്? ശാസ്താംകോട്ട. ഇവിടെ ഇതിനു മുമ്പ് എടുക്കാറുണ്ടോ? അത് ആദ്യമായിട്ട്? ഞാൻ എടുത്തിട്ടുണ്ട്, ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒരേ ഡ്രസ്സ്. മക്കളാണ്. അച്ഛനും മക്കളുമാണ് ഇവർ രണ്ടുപേരും മക്കള്. അപ്പോൾ ഒരു ഫാമിലിയാണ്. ഇനി കണ്ടപ്പോഴേ എന്തോ ഒരു കോർഡിനേഷൻ തോന്നി. അതാണ് നമ്മൾ ഓടി ഇങ്ങോട്ട് വന്ന വീഡിയോ എടുക്കാനായിട്ട്. മോൻ്റെ പേരെന്ന് പറയാം? എൻ്റെ പേര് കൃഷ്ണനുണ്ട്. എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യുന്നു. ഇവിടെയാണോ പുറത്താണോ? ഇവിടെ തന്നെ. ഇപ്പം ഫസ്റ്റ് ടൈമാ അതാ നേരത്തെ എടുത്തിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ആദ്യമായിട്ടാണ്. പേരെങ്കിലും? ബാലസുബ്രഹ്മണ്യൻ. ആദ്യമായിട്ടാണോ? രണ്ടാമത്തെ പ്രാവശ്യം. 3 പേരും ഒരേ ഡ്രസ്സിൽ കൊള്ളാൻ കേട്ടോ. അതാണ് നമ്മൾ ഫസ്റ്റ് ഓടി വന്നത്. ഓക്കെ, ഇവിടെ തൊഴുവാൻ കണ്ടില്ലേ, നല്ല തിരക്കാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടാണ്. ഇവർ വിളക്കെടുത്ത് ഇവിടെ തൊഴുതാണ് വല്ലം വെച്ച് പോകുന്നത്. കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ട ആ ബോംബെക്കാർ ഇതാ പിന്നെയും വന്ന് അവരെ പിറകെ അതേ കണക്ക് ബോഡി ഗാർഡും ഉണ്ട്. ഒരു കൂടെ തന്നെ നടക്കുവാണ്. കണ്ടില്ലേ, ഇവരെവിടെ പോയാലും പിറകെ ബോഡി ഗാർഡ് കാണും. കണ്ടില്ലേ, അവർ തൊഴുതു വലം വയ്ക്കുമ്പം കൂടെ അവരും വലം വെക്കുവാണ്. ഏതായാലും അവർ മേക്കപ്പൊക്കെ ചെയ്ത് വന്നിരിക്കുന്നുള്ള ആ തലയിൽ ആ കിരീടം പോലെ വെച്ചിരിക്കുന്നതെല്ലാം കൊള്ളാം കേട്ടോ. 3 പൊക്കമുള്ളവന്മാരിക്കുന്നുണ്ട് കറുത്ത പഞ്ഞിനൊക്കെ. അവരെ ഹായ്, നമുക്ക് ഇവിടെ ഒരു 4 പേരുണ്ട്. ഇവര് ശാസ്താംകോട്ടയിൽ നിന്ന് വന്നതാണ്. ഇവര് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. പേരെന്ന് പറയാം? എല്ലാരും ഒരുമിച്ച് പഠിക്കുകയാണോ? അടുത്തുള്ളതാണല്ലേ? ഫ്രണ്ട്സാണ്. ഇത് ആദ്യമായിട്ടാണോ അതാ? അല്ലല്ല, പേര് ആദിത്യ. എവിടെ പേര്? കാളിദാസൻ. സൂര്യനാരായണ. അർജുൻ. നിങ്ങളെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് വന്നേന്ന് തോന്നി. അതാ ഒരുമിച്ച് വീഡിയോ എടുത്തത്. സംഭവം മേക്കപ്പ് എങ്ങനെ സ്വന്തമായിട്ടാണ്? എല്ലാരും ഇപ്പം എത്രാമത്തെ വർഷമായിട്ടാണ്? ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നവരുണ്ട്. 3-4 വർഷമായി എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എത്രാമത്തെ വർഷമാണ്? ഞാനിപ്പോ 4-5 വർഷം കൊണ്ട്. അതാണ് എക്സ്പീരിയൻസ്. ഓക്കെ, ഇവിടെ കണ്ടില്ലേ ഒരു ചെറിയ ഒരു വിളക്കെടുപ്പ് കണ്ടില്ലേ? എല്ലാവർക്കും നല്ലൊരു രസകരമായ കാഴ്ചയാണ് ഇവിടെ നടക്കുന്നത്. മോളെ പേരെന്തുവാ? മോൻ സോറി മോനാണ്. അങ്ങനെ ഫസ്റ്റ് വിളക്കെടുപ്പാണ്. സ്ഥലം ഇവിടെ തന്നെയാണ്? കാവനാട്. ഓക്കെ, ഇന്നത്തെ ഈ ഒരു വീഡിയോയും കാഴ്ചകളും ഒക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ ഒരു അമ്പലത്തിന്റെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് സമയം പോകുന്ന അറിയത്തേയില്ല. ഇപ്പം ഏതാണ്ട് ഒരു 2 മണി അടുപ്പിച്ചാവാറായപ്പം നല്ലൊരു ഫീലാണ് ഇവിടെ ഈ ഉത്സവത്തിന് വരാൻ. അപ്പം ഈ വർഷം വരാൻ പറ്റാത്തവർ അടുത്ത വർഷം എന്തായാലും വരണം. നമ്മുടെ കൊച്ചുംകുളങ്ങര കൊല്ലത്ത് ചവറയിലാണ് ഈ ഒരു ക്ഷേത്രം. അപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു ചമയവിളക്കെടുപ്പ് കാണുക എന്ന് പറയുന്നത് ഒരു നല്ല രസകരമായ കാഴ്ചയാണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരുപാട് കാഴ്ച നിങ്ങളെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ, സൈനിങ്.